വെൽക്കം ബാക്ക് ടു സ്നോ വൈറ്റ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പെൻ ഹോൾഡറാണ്, അല്ലെങ്കിൽ പെൻസിൽ ഹോൾഡർ. അതാണ് ഇത് ചെറുതാണ്, ഇങ്ങനെ വരും. അതിൻ്റെ വലിയതിൻ്റെ ബാക്കിയായിരിക്കും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു ഗ്ലൂ, സിസറ്, പിന്നെ നമുക്ക് ഈ പേപ്പർ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി അതാണ് ഈ പേപ്പർ. അത് നിങ്ങളുടെ പേപ്പറിൻ്റെ അനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് കളർ പേപ്പേഴ്സും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ എടുത്തതാണ്. അപ്പോൾ നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒരു പകുതിയാക്കി നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. പിന്നെ അത് നമ്മൾ ഓപ്പോസിറ്റ് തുറന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ ആദ്യം എന്താ പറയുക, നമ്മൾ മടക്കിയില്ലേ, അത് അതിൻ്റെ ഇച്ചിരിയായിട്ട് നമുക്ക് ഇങ്ങനെ മടക്കണം. ഓപ്പോസിറ്റ് സൈഡും നമുക്ക് തുറന്നിട്ട് അടുത്ത സൈഡ് ചെയ്യാം. നമുക്ക് ഇതുപോലെ കുറേ സ്ക്വയർസ് പോലെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ. ഇനി ഈച്ച് കോർണർ നമ്മൾ ഇതുപോലെ മടക്കണം. ഈച്ച് കോർണറിലെ അത് കഴിഞ്ഞ പിന്നെ ഇവിടുന്ന് തന്നെ നമ്മൾ ഈ സെൻറ്റർ കണ്ടില്ലേ, ഇവിടുന്ന് വരെ ഇത് കൊണ്ടുവരണം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരണം. ഇത് നമ്മൾ ഇതുപോലെ തിരിക്കണം. തിരിച്ച് വെച്ചിട്ട് ഇതുകൊണ്ട് ഇവിടെ ചെറിയ നിങ്ങൾക്ക് വര കാണാൻ പറ്റും. ആ വരയുടെ അനുസരിച്ച് നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇപ്പുറത്ത് കൊണ്ടുവരാം. നല്ലതായിട്ടൊന്ന് മടക്കിയിട്ട് കൊണ്ടുവരണം. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഈ പേപ്പർ കട്ട് ചെയ്ത് വെക്കണമെന്ന്. നമുക്കിപ്പോൾ അത് യൂസ് ആവും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പേപ്പർ കയറ്റണം. വേഗം തീർക്കാന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഈ കോർണർ കണ്ടില്ലേ, ഈ കോർണറിൻ്റെ അപ്പുറത്തെ മറ്റേനകത്തോട്ട് ഇങ്ങനെ കയറ്റണം. രണ്ട് സൈഡും ഇങ്ങനെ കയറ്റണേ. അപ്പുറത്തൊന്ന് ഊരി വരുന്നു. അപ്പോൾ ഇങ്ങനെ കയറ്റിയല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ സ്ലോലി ഇതുപോലെ ഇങ്ങനെ ആക്കണം, കയറ്റണം. അപ്പം ഇതുപോലെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അത് നമ്മൾ ഒരു കോൺ ഷേപ്പിന് പോലെ ആക്കാം. ഇങ്ങനെ ആക്കിയിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ആക്കണം. അപ്പോൾ ഞാൻ ഈ പേപ്പർ വെച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ബൈ ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടം വരെ എത്തി. ഇനി തിരിച്ചിടാൻ പോവാണ്. പറഞ്ഞ പോലെ തന്നെ ആക്കാൻ പോവാണ്. ഇതുപോലെ ഞാൻ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒന്നായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പുറകിൽ ഇങ്ങനെ സാധനം വെക്കാം. അതായത് സിസേഴ്സും എല്ലാം ഇവിടെ വെക്കാം. ഇങ്ങനെ ഒന്നായിട്ട് രണ്ട് സൈഡും ഉണ്ട്. ഇപ്പം ഞാൻ ഇതെല്ലാം ഇതിനകത്തോട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ പോവാണ്. ഞാൻ ഇത് കയറ്റിയിട്ടുണ്ട്, ഈ വെള്ള സാധനം ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഗ്ലൂ വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു സൈഡെങ്കിൽ ഒരു സൈഡ്, രണ്ട് സൈഡെങ്കിൽ രണ്ട് സൈഡ്. ഓക്കെ, എന്താ ഗ്ലൂ വരാത്ത? വന്നു.
ഏകദേശമൊക്കെ രണ്ട് സൈഡെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാം. പ്രശ്നമാണ്, ഞാൻ ഒരു സൈഡ് ഒട്ടിക്കുന്നത്. മറക്കല്ലേ നിങ്ങൾ ഈ വെള്ള കാണിക്കുന്ന രീതിയിൽ കുറേ പേര് മറക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് ചെയ്തപ്പോൾ അവരൊക്കെ അപ്പോൾ ഇത് നല്ല ഗ്ലൂ ആയതുകൊണ്ട് ഇത് വേഗം ഒട്ടും. അപ്പം ഞാൻ ഇത് ഒട്ടിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് റിസൾട്ട്. പക്ഷെ ഞാൻ ഒരാഴ്ച ഒരു 2 ഉണ്ടാക്കിയ കഴിയും. അപ്പം ഞാൻ ഈ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ അടിയിൽ നമുക്കൊരു വെള്ള പേപ്പർ ഒട്ടിക്കണം. അത് ആദ്യം ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടായിരിക്കും വരുന്നത്. ഗൈസ് ഞാൻ ഇവിടെ എത്തി. ഞാൻ ഈ വൈറ്റ് പേപ്പർ വെക്കാൻ പോവാണ്. കേൾക്കാം. ഇച്ചിരി പാടാണ് കേൾക്കാനാണ്. ഇളക്കിയൊക്കെ വരും. നമുക്ക് ഈ കോണറൊക്കെ ഒട്ടിക്കാം. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞു. ഈ വൈറ്റ് തന്നെ ഇടണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇടാം. ഞാനിപ്പോൾ വൈറ്റ് ഇട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇടാം. അപ്പോൾ ഞാനിത് ഒട്ടിച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഇത് ഇച്ചിരി ഒട്ടിച്ചിടണം. ഇങ്ങനെ പിടിച്ച് വെക്കുക. ഇനി നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും വെക്കണ്ടേ, ഇതൊന്നും വെച്ച് കിട്ടില്ല. അപ്പം ഞാൻ കാണിക്കുന്നതാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. പേപ്പറിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെക്കുന്നത് നോക്കിയതാണ് സൈസ് കറക്റ്റാണെന്ന്. പെൻസിൽ എടുത്തിട്ട് ഓരോ നമുക്കൊന്ന് ട്രേസ് ചെയ്യാം. ഇത് കണ്ട എന്തോ പോലെ തോന്നുന്നു. ഇതാണ് ഞാൻ വരച്ചിട്ടത് ഗൈസ്. നമുക്ക് ഈ ഗ്ലൂ ഒന്ന് ഇടുക. എൻ്റെ മറ്റേ ഗ്ലൂ തീർന്നു ഗൈസ്. ഇതാണ് മറ്റേ ഈ ഗ്ലൂ എടുത്തത്. ഇത് ഇച്ചിരി പവർഫുൾ ഗ്ലൂ ആയതുകൊണ്ട് ഞാൻ അത്ര ഇതിനൊക്കെ ട്രേസ് ചെയ്യണം. കാരണം നമുക്കറിയത്തില്ലല്ലോ. ഞാൻ ഏകദേശം ഒരു ലൈൻ വരച്ചതേ ഉള്ളൂ. സൂക്ഷിച്ച് വെക്കണം, ഒരു ധൃതിയില്ല. അമക്കി കൊടുക്കണം. ഇച്ചിരി അമക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് തല ഇരിച്ച് വെക്കണം. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ ഇറഗുലർ ഷേപ്സൊക്കെ വന്നത്. അത് നമുക്ക് ഇച്ചിരി ഒന്ന് കട്ട് ചെയ്യണം. സിസേഴ്സ് എടുത്തിട്ട് ഈ ഭാഗം അനുസരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. ഗ്ലൂ കാരണം കത്രികയിൽ ഒട്ടിയിരിക്കും. അത് സൂക്ഷിച്ച് കട്ട് ചെയ്യണം, മറ്റേ പൊങ്ങി വരാത്ത രീതിയിൽ. ഇങ്ങനെ താഴെ വെച്ചിട്ടും കട്ട് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. അടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വെക്കാം. ഇതിപ്പോൾ എൻ്റെ പഴയ പേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ പേപ്പർ എടുത്ത് വൈറ്റോ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ പഴയ പേപ്പർ എടുത്തിട്ടാണ് വെച്ചത്. നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഇച്ചിരി സമയമൊക്കെ എടുക്കും, സ്വാഭാവികമാണ്. എല്ലാം ഒന്ന് ഒട്ടിയിട്ടുണ്ടോ നോക്കണം. ഇത് ഒട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് നല്ലതായിട്ട്. ഇച്ചിരി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. നമുക്ക് കൊടുക്കുമ്പോൾ ഒന്ന് അത് അറ്റാച്ച്ഡ് ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് പെൻസും അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി വെക്കാൻ പോവാണ്.
സെപ്പറേറ്റ് ആക്കുവാണ്. ഇതാ ഈ ഒരു കളറിനകത്ത് ഇട്ട് വെക്കുക. അടുത്തതിനകത്ത് ഞാൻ വാങ്ങിച്ചത് ലുലു എന്നാണ്. ഇത് ടോട്ടൽ കളർ പെൻസിൽസ് ഒക്കെ ഉണ്ട്. 33 പീസസ് ഒക്കെ ഉണ്ട്. ഇത് ടോട്ടൽ ഫുൾ. ഇതിൻ്റെ ഏതായിരുന്നു ഞാൻ മറന്നുപോയി. ഇത് നല്ല ക്വാളിറ്റിയാണ്. അടുത്ത് ഞാൻ സ്കെച്ച് പെൻ ഒക്കെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ തരുന്നതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ പെൻ ഹോൾഡറും പെൻസിലും സ്കെച്ചൊക്കെ വെക്കുന്ന ഹോൾഡർ കിട്ടിയുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ